വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ് ടിപ്പാണ്. നമ്മുടെ എല്ലാം വീട്ടിലുള്ള പപ്പായയുടെ ഇല കൊണ്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പപ്പായയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. അതുപോലെ തന്നെ ഈ പപ്പായയുടെ ഇലയും നമുക്ക് ക്ലീനിങ്ങിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നമ്മുടെ ടിപ്പിലേക്ക് കിടക്കാം. ഈ ക്ലീനിങ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ പ്രധാന ഐറ്റമായിട്ടുള്ള പപ്പായ ഇല, കപ്പക്കയുടെ ഇല ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ആ ഒരു പപ്പായയുടെ ഇല മുഴുവനായിട്ട് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്ന് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഈ കപ്പയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന്. ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ തന്നെ ധാരാളം ഉണ്ട്. ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ പപ്പായയുടെ പഴം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൗന്ദര്യ സംരക്ഷണത്തിനും പപ്പായ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഫേഷ്യലിനും എല്ലാം പപ്പായയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ക്ലീനിങ്ങിന്. ഈ പപ്പായയുടെ ഇല കൊണ്ട് നന്നായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, നമ്മുടെ ബാത്റൂമുകളും എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ കൊതുക്, ഈച്ച അങ്ങനെയുള്ള പ്രാണികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ പപ്പായയുടെ ഇല കൊണ്ടുള്ള ടിപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കണ്ട ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, കളറൊക്കെ മാറി ആ ഒരു ഇലയിൽ നിന്നുള്ള ഈ കളർ ഇറങ്ങിയിട്ടുണ്ട്, ഇലയുടെ കളർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇപ്പം ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പഴയ ഒരു പാത്രത്തിലാണ്. ഞാനത് കിച്ചണിൽ യൂസ് ചെയ്യുന്നതൊന്നുമല്ല. ഇങ്ങനെയുള്ള ക്ലീനിങ് ടിപ്സ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു പാത്രമാണ്. അതിലേക്ക് ഞാൻ ഈ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഈ വെള്ളത്തിലേക്ക് കുറച്ച് സോഡാപ്പൊടിയാണ്. കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ബേക്കിംഗ് സോഡ. നമ്മളെല്ലാവരും ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ബാത്റൂമൊക്കെ നമ്മൾ എത്ര കഴുകിയാലും ചില സമയങ്ങളിൽ നല്ല വൃത്തികേടായിട്ട് കിടക്കും. നമ്മുടെ വീട്ടിലുള്ള നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കിച്ചണിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ച് ക്ലീൻ ചെയ്താലും നല്ല വൃത്തിയായിട്ട് കിടക്കും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് വില കൂടിയ ബാത്റൂം ക്ലീനിങ് സൊല്യൂഷനൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ നമുക്കിങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ബാത്റൂം. ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് സോപ്പ് പൊടിയാണ്. ഈ സോപ്പ് പൊടി ചേർത്ത് നമ്മൾ ഈ ബാത്റൂമൊക്കെ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴെല്ലാ ബാത്റൂമുകളും നമ്മുടെ ടൈലാണല്ലോ ഇട്ടിരിക്കുന്നത്. ടൈലാകുമ്പോഴത്തേക്ക് സോപ്പ് സൊല്യൂഷനൊക്കെ ആകുമ്പോഴത്തേക്ക് തെന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴേക്കും വളരെയധികം ശ്രദ്ധിച്ച് നിന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട്, ക്ലിനിക് പ്ലസ്. ഇത് ശരിക്കും ചേർക്കുന്നത് എനിക്ക് ഈ ഒരു ക്ലിനിക് പ്ലസിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മണം, ഷാമ്പൂവിൻ്റെ നല്ല മണമാണ് അതിന്. ആ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഷാമ്പൂ ആയതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിന് നല്ലതാണ്, അഴുക്കൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും. അപ്പം എനിക്ക് ആ ഒരു മണത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ തന്നെ എടുക്കുന്നത്. ക്ലിനിക് പ്ലസ് ഒന്ന് എവിടെയെങ്കിലും പൊട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മണം എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കിട്ടുന്നൊരു മണം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മണമാണ് ഈ ക്ലിനിക് പ്ലസിൻ്റെ. ക്ലിനിക് പ്ലസും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഈ ക്ലിനിക് പ്ലസ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല പതയായിരിക്കും ഈ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂം കഴുകുന്നത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, തെന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് ഏത് ബാത്റൂമാണോ ക്ലീൻ ചെയ്യേണ്ടത് ആ ബാത്റൂമിൻ്റെ ബക്കറ്റിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. നമുക്ക് ഈ സോപ്പും ഈ ഷാമ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പതയായിരിക്കും. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നല്ലതുപോലെ പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ബാത്റൂം കാണിച്ചു തരാം. തറയൊക്കെ അഴുക്കായിട്ട് കിടക്കും, നല്ലതുപോലെ അഴുക്കായി കിടക്കുകയാണ്. എനിക്ക് ഇന്നലെ ഒന്നും കഴുകാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് അഴുക്കായി കിടക്കും ബാത്റൂമിൻ്റെ ടൈലെല്ലാവരും. ഇനിയിപ്പം ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഏത് ഭാഗത്തേക്കൊക്കെയാണോ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് ഇട്ടിരിക്കണം, ഇങ്ങനെ ആ ഒരു അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം വേണം നമുക്ക് മൊത്തത്തിൽ കഴുകി എടുക്കാൻ വേണ്ടിയിട്ട്.
നമ്മൾ ഈ സൊല്യൂഷൻ ഒഴിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുക. ഒരു ബാത്റൂം കഴുകുന്ന ബ്രഷ് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം നല്ലതുപോലെ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം നല്ലതുപോലെ. വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴത്തേക്ക് എല്ലാ ഏരിയയിലും കഴുകാൻ ശ്രദ്ധിക്കണം. സോപ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ആ സോപ്പ് പറ്റി വെള്ളം ഒഴിച്ച് കഴുകാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നീടായാലും ചിലപ്പോൾ നമ്മൾ തന്നെ അതിൽ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ഏരിയയും നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. സോപ്പിന്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് വീണ്ടും പറയുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.